ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, പോസിറ്റീവ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാക്കി തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഇന്ന് നമുക്ക് നോക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നോക്കുന്നത്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, ആദ്യം നിങ്ങളുടെ എനർജി എടുക്കാം. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൻ്റെ എനർജി എടുത്തതിന് ശേഷം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കൂടി എടുക്കും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു സമയം എൻ്റെ വ്യൂസും പേഴ്സണും തങ്ങളിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള എൻ്റെ വ്യൂസും പേഴ്സണും തങ്ങളിലുള്ള എനർജി പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസും പേഴ്സണും തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള എനർജി പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു. വന്നിരിക്കുന്ന നമ്പേഴ്സ് പറയാം. 14, 10, 1, 5, 11, 2, 18, 9 ആവർത്തിച്ച് വന്നു, 8, 4, 12. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന രാശി നമുക്ക് ഇവിടെ എല്ലാ രാശികളും ഇതിൽ വരും, പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന രാശി എടുത്ത് പറയാം. ഓക്കെ, ടോറസ്, ജെമിനി, ഇടവം, മിഥുനം, പൈസീസ്, മീനം, കാപ്രിക്കോൺ, വെർഗോ, മകരം, വെർഗോ, കന്നി. ഓക്കെ, ഒരു പക്ഷേ കൂടുതലും എനർജി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് പോലെയുള്ള റിലേഷൻ, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തിയായിരിക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെ കർക്കശമായ ചില നടപടികൾ, ഒരു സംസാരങ്ങൾ നിങ്ങളുടെ ഇടയ്ക്ക് എടുക്കുന്നുണ്ടായിരിക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവർ കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെക്കാളും കൂടുതൽ പ്രയോറിറ്റി മറ്റുള്ള വ്യക്തികൾക്ക്, തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണിക്കുന്നത്. മറ്റു ചില വ്യക്തികളുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കുന്നു. അവരുടെ ചിന്തകളനുസരിച്ച് നിങ്ങൾക്കിപ്പം എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിനുള്ള കാര്യം പോലും നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നില്ല. ഒരു പക്ഷേ മൂന്നാമതൊരാളിൻ്റെ അഡ്വൈസ് കൂടി തിരഞ്ഞെടുക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയിലുള്ള വേറെ ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, പേരൻസ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾക്ക് കൂടി അഡ്വൈസ് ചോദിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കുമുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഒരു ഇഗ്നോറിങ് ഇവിടെ എന്തായാലും കാണുന്നുണ്ട്. സ്നേഹമില്ല എന്നല്ല, പൂർണ്ണമായ സ്നേഹം അവസാനിച്ചു എന്നല്ല, നിങ്ങളിലേക്ക് വരുന്നതിന് എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ കാണുന്നുണ്ട്. അത് മൂന്നാമതൊരാളിൻ്റെ ഇടപെടലുകളുണ്ട്. മെയിൽ ക്യാരക്ടറാണ്. ഫീമെയിൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പ്രായമായ വ്യക്തികളും കാണും, പ്രായമല്ലാത്തവരും കാണും. അവരുടെ ശരിയായ ഫേസ് നിങ്ങളുടെ പേഴ്സണെ കാണിച്ചിട്ടില്ല, ദുഷ്ടമുഖം തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു റിലേഷനെ കുറിച്ച് അവർക്കൊരു മോശമായ കാഴ്ചപ്പാടാണുള്ളത്. നിങ്ങളുടെ റിലേഷനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ തേർഡ് പാർട്ടിക്കുള്ളത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ നിങ്ങളെയും പേഴ്സണെയും തങ്ങളിൽ യോജിപ്പിച്ച് നിർത്തുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ എത്രയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടിയെക്കുറിച്ച് അറിയാമായിരിക്കാം. ഈ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണെന്നും ഈ തേർഡ് പാർട്ടി നിങ്ങൾ രണ്ടുപേരെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിലേഷനിലേക്ക് കടന്നു വന്നിരിക്കുന്നതെന്നും നിങ്ങൾ പല പ്രാവശ്യവും നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകത്തില്ല. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പേഴ്സൺ. ഓക്കെ, ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും പ്രേഷ്യസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നതായിട്ട് നിങ്ങളെക്കാളും കൂടുതൽ വിശ്വാസം കൊടുക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി. ഈ തേർഡ് പാർട്ടിയുടെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്, ഇപ്പം പുറമെ അവർ കാണിക്കുന്നത് ക്ഷമ, ദയ, നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ കാണിക്കുന്നതാണ്. എന്തും കേട്ടിരിക്കാനുള്ള മനസ്സ്, ഒരു അച്ചടക്കം, വളരെ സാധുവായിട്ടുള്ളൊരു വ്യക്തി, സ്പിരിച്വലായിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന, ഒരു ദൈവികമായിട്ട് മുന്നോട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു സാധു എന്നുള്ള ഒരു പിക്ചറാണ് നിങ്ങളുടെ പേഴ്സണ് മുന്നിൽ തേർഡ് പാർട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഒരുപാട് നിഗൂഢതകൾ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി. ഓക്കെ, അവർ ചില മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതിനെക്കുറിച്ച് അറിയത്തില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടും അവർ ചില കാര്യങ്ങൾ, ചില പ്രാർത്ഥനകൾ എല്ലാം നടത്തുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയെ ചൊല്ലി നിങ്ങളുടെ ഇടയിൽ സ്ഥിരമായിട്ട് വഴക്കും പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട്. നിങ്ങളിലേക്കുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ നേരിട്ട് പോകുന്നതിന് തടസ്സമായിട്ട് ഈ തേർഡ് പാർട്ടിയുടെ സംസാരങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലോ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് ഒരു മൂണിൻ്റെ കാർഡാണ്. മൂണിൻ്റെ കാർഡ് വരുമ്പോഴത്തേക്ക് അമ്മയെയാണ് കൂടുതൽ സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല അമ്മയുടെ സ്ഥാനത്ത് വരുന്നത്. ചില വ്യക്തികൾക്കോ, അപൂർവം ചില വ്യക്തികൾക്ക് മാത്രമാണ്. മറ്റു ചിലവർക്ക് മറ്റേതെങ്കിലും ഫ്രണ്ട്സോ, എന്തായാലും സ്ത്രീ എന്നുള്ള വ്യക്തി തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ സ്പൈസീസ് വന്നിരിക്കുന്നത്. ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഒരു ഒത്തൊരുമ, കൂട്ടായ്മ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. 10 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആഗ്രഹിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ലൈഫായിരുന്നു നിങ്ങളുടേത്. ഒരു 10 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ എന്തിനും ഏതിനും നിങ്ങൾക്കൊപ്പമായിരുന്നു. നിങ്ങൾക്കൊരു സ്വർഗ്ഗതുല്യമായിട്ടുള്ളൊരു വീട് തന്നെ ആയിരുന്നു നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. അവിടെയും തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ഇപ്പോഴും തേർഡ് പാർട്ടിയുടെ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ട് നിങ്ങളുടെ റിലേഷൻ്റെ മുന്നോട്ടുള്ള എല്ലാ ഗതിയും അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നിങ്ങളുടെ ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കുടുംബജീവിതം അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ സന്തോഷിച്ച് ജീവിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് ഹൃദയത്തെ തകർത്തുകൊണ്ട് മൂന്നാമതൊരു വ്യക്തി കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഗതി പോലും നിങ്ങൾക്ക് മാറിപ്പോയി. ഈ റിലേഷൻ എങ്ങോട്ടാണ് പോകുന്നത്, ഈ റിലേഷനെ കുറിച്ച് പോലും നിങ്ങൾക്കൊന്നും അറിയാൻ കഴിയാതെ അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അറിയാൻ കഴിയാതെ അത് സ്റ്റക്കായി നിന്നു. മാനസികമായിട്ടുള്ള ഒരു അടുപ്പങ്ങളും ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഓവർ തിങ്കിങ് ആയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാൻ കഴിയാതെ മാറിപ്പോയി. പിന്നീട് നിങ്ങൾ എത്രയൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ ഓഫറുകളുമായിട്ട് ചെന്നിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ അതൊന്നും കാണാനുള്ള കാഴ്ച നിങ്ങൾ പേഴ്സണില്ല. അപ്പോഴേക്കും കണ്ണും കൈയും എല്ലാം ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഓക്കെ, നിങ്ങൾ എത്രയൊക്കെ പ്രണയങ്ങൾ കൊണ്ട് കൊടുത്തിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ അതൊന്നും കാണാനോ കേൾക്കാനോ തയ്യാറായിട്ടില്ല. അപ്പോഴേക്കും തേർഡ് പാർട്ടിയുടെ വാക്കുകൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ഓക്കെ, നിങ്ങളുടെ പ്രണയത്തെ കാണുവാനോ ഒന്നും നിങ്ങളുടെ പേഴ്സൺ തയ്യാറായിരുന്നില്ല. നിങ്ങൾ ഒരുപാട് വട്ടം നിങ്ങളുടെ പേഴ്സണുമായിട്ട് പ്രണയവുമായിട്ട് എന്തും സഹിച്ചിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും അറിഞ്ഞിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും പ്രണയവുമായിട്ട് ചെന്നിട്ടും അതൊന്നും ചെവിക്കൊണ്ടില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ സിറ്റുവേഷനാണ് പറയുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. ചിലവർക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും, മറ്റ് ചില വ്യക്തികൾക്ക് ഇത് കഴിഞ്ഞു പോയ സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, പ്ലീസ് കേൾവി. പേജ് ഓഫ് സോഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം തേർഡ് പാർട്ടിയിലേക്ക് കടന്നുപോയത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എപ്പോഴും ഫോണുമായിട്ട് ഇരിക്കുക, ശ്രദ്ധ വയ്ക്കാതിരിക്കുക, സ്നേഹം തരാതിരിക്കുക, ഫാമിലി ആണെങ്കിൽ മാത്രം കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിൽ വന്ന് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എപ്പോഴും ജോലിക്കാർ, ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി ഓഫീസ് വർക്കുകളെല്ലാം വീട്ടിൽ വന്നിരുന്നാലും ശരി തന്നെ ഏത് സമയത്തും മൊബൈലിൽ നോക്കി അല്ലെങ്കിൽ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്ന ശീലമുള്ള വ്യക്തിയായിരിക്കാം. നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇപ്പം അല്ലാതെ ലവേഴ്സ് ആണെങ്കിൽ തന്നെയും ഒരു പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നേരെ നീട്ടേണ്ടതായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് ഒന്നും നിങ്ങൾക്ക് ലഭിക്കാത്തത് നിങ്ങളുടെ ഇടയിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒന്നുകിൽ സെക്ഷൽ നീഡ്സിന് വേണ്ടി മാത്രമായിരിക്കാം നിങ്ങളുമായിട്ടൊന്ന് അടുത്തോട്ട് വരുന്നത് പോലും. ബാക്കിയുള്ള സമയങ്ങൾ മുഴുവനും നിങ്ങളുടെ പേഴ്സൺ ജോലിക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ലാപ്ടോപ്പ് അതുപോലെയുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇവിടുത്തെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒന്നുകിൽ ഓവർ വർക്ക്, നിങ്ങളുടെ പേഴ്സൻ്റേതായിട്ടുള്ള ഓവർ വർക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പ്, സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളാണ് ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, താങ്ക് യു നോസ്, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ മൂൺ കാർഡ് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ചില കാര്യങ്ങളൊന്നും വ്യക്തമല്ലാത്തതായിട്ട് തോന്നുന്നു. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, പക്ഷേ അത് വ്യക്തത വന്നിട്ടില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ മറയ്ക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വിവാഹത്തിലേക്ക് കടന്നു പോയതോ അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിച്ചതോ ഒന്നും നിങ്ങൾ അറിഞ്ഞിരുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്നേഹവും സന്തോഷവുമായിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കാം. പെട്ടെന്നാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു തേർഡ് പാർട്ടി, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലുമില്ല അങ്ങനെ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു വിവാഹത്തിലേക്ക് കടക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാഹം പോലെയുള്ള ഒരു ചടങ്ങിലേക്ക് പെട്ടെന്ന് മാറി അല്ലെങ്കിൽ ഒരു നിശ്ചയത്തിലേക്കൊക്കെ പെട്ടെന്ന് മാറിപ്പോകുമോ എന്നൊന്നും നിങ്ങൾ ഒരു പക്ഷേ ചിന്തിച്ച് കാണില്ല. ഇവിടെ പെട്ടെന്ന് വന്നിരുന്ന ഒരു വിവാഹമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ച് കാണത്തില്ല. പെട്ടെന്നാണ് നിങ്ങളുടെ ജീവിതം അസ്തമിച്ചത്. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാര്യങ്ങൾ നിങ്ങളെ ഹൈഡ് ചെയ്തിരുന്നു,
നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് ആ വിവാഹശേഷമായിരിക്കും നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കും ഇത് റെസനേറ്റ് ആകുന്നത്. ആ റെസനേറ്റ് ആകുന്ന വ്യക്തികൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എനർജിയാണ് ഒന്നിലധികം പേര് നോക്കുന്നത് കൊണ്ട് ഒന്നിലധികം പേരുടെ എനർജികളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഹാങ്ഡ് മാൻ. ചില വ്യക്തികൾക്ക് സിറ്റുവേഷൻ എല്ലാം മനസ്സിലായെങ്കിലും, നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെന്ന് അറിഞ്ഞെങ്കിലും നിങ്ങൾക്കിപ്പോഴും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ കഴിയാതെ ചില വ്യക്തികൾ സ്റ്റക്കായി കിടക്കുന്നുണ്ട്. പഴയ കാര്യങ്ങൾ മറക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഹാങ്ഡ് ആയിട്ട് കിടക്കുകയാണ്. ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ പഴയ മെസ്സേജ് അല്ലെങ്കിൽ പേഴ്സൺ തന്നിരിക്കുന്ന ഓരോ ഓർമ്മകൾ, പേഴ്സണുമായിട്ട് ഒരുമിച്ച് തന്നിരിക്കുന്ന ഗിഫ്റ്റുകൾ, യാത്ര ചെയ്ത സ്ഥലങ്ങൾ, ഫോട്ടോസുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ പേഴ്സണിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ വീണ്ടും ഹാങ്ഡ് മാനാണ്. നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഡെവിളിൻ്റെ എനർജിയാണ്, അത് നിങ്ങളെ വിട്ടു പോകുന്നില്ല. ഒരുപാട് നിങ്ങൾ അടിമപ്പെട്ടിരിക്കുകയാണ്, ഒരു അഡിക്ഷനായിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മകളിൽ നിങ്ങൾ അഡിക്ഷനായിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. വീണ്ടും വീണ്ടും ഓർമ്മകൾ നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്നു. മാനസികമായി തളർന്ന അവസ്ഥയിൽ കൂടി ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണ്. വീണ്ടും വീണ്ടും നിങ്ങളുടെ പേഴ്സൻ്റെ വോയിസുകൾ, മെസ്സേജുകൾ, ഫോട്ടോസുകൾ, നിങ്ങളുടെ പേഴ്സൺ തന്ന ഗിഫ്റ്റുകൾ എല്ലാം നിങ്ങൾ റിപ്പീറ്റായിട്ട് കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും വിഷമിച്ച് ഇരിക്കുകയാണ്. സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ കഴിയാത്ത ചില വ്യക്തികളുണ്ട്. നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, ആദ്യമേ ഫ്രണ്ട്ഷിപ്പിലൂടെ തുടങ്ങിയ റിലേഷൻ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് വന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയുമായിട്ട് അല്ലെങ്കിൽ അമ്മയുടെ കുടുംബ വീടുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്ന, ആ ഏരിയയിൽ താമസിക്കുന്ന വ്യക്തിയായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ സുഹൃത്ത് വഴി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് നോ കോണ്ടാക്റ്റിലായി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടെങ്കിലും നിങ്ങളിപ്പം അവരുടെ ഓർമ്മയിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും റിപ്പീറ്റാണ്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് അവസാനിക്കുന്നില്ല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആണ്. നിങ്ങളെ ഒരിക്കലും വിട്ടുകളയാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുന്നില്ല. ഇനി എന്തിൻ്റെ പ്രശ്നത്തിലാണെങ്കിലും ചിലപ്പോൾ അവർ പണത്തെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പണമായിരിക്കാം അവരുടെ ചിന്തകളിൽ മൊത്തവും, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ, അല്ലെങ്കിൽ ഫ്രണ്ട്സുകൾ, ഇതൊക്കെ തന്നെ ആയിരിക്കും അവരുടെ ലൈഫെങ്കിലും നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ അവർക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തെങ്കിലും പ്രശ്നത്തിൽ നിങ്ങൾ റിലേഷൻ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് ന്യൂ ബിഗിനിങ് തന്നെ ഉണ്ടാകും. ഓക്കെ, നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരിക്കലും കളയാൻ കഴിയത്തില്ല. നിങ്ങൾ അവരുടെ ഭാഗ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം സക്സസ്സും അവരുടെ ജീവിതത്തിലേക്ക് വന്ന് കയറും. നിങ്ങളൊരു ഭാഗ്യദേവതയാണെന്ന് തന്നെ അല്ലെങ്കിൽ ദേവനാണെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ ഏത് സമയവും സഹായിച്ചിട്ടുള്ളതായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് നിങ്ങളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നാൽ തന്നെ അവർക്കത് ഭാഗ്യമാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങളെന്നുള്ള വ്യക്തിയെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയാൻ തീരുമാനിക്കുന്നില്ല. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വേറൊന്നും കാണുന്നില്ല. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് ചില സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഇവിടെ എന്തുകൊണ്ടാണ് 8 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 8 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഹാർഡ് വർക്കിലാണ്, തൊഴിലിനെയാണ് ഇപ്പോൾ കൂടുതലും സ്നേഹിക്കുന്നത്. അവരെവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. സാമ്പത്തികമായിട്ടൊരു ഭദ്രത വേണം. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്കത് എയിം ചെയ്യുവാൻ കഴിയില്ല എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിൽ നിന്ന് അവർക്ക് മാറിപ്പോകണം, അവർക്ക് അവരുടെ ഫ്യൂച്ചർ ബെറ്റർ ആക്കണമെന്ന് അവർ ചിന്തിക്കുന്നു. ഇവിടെ ഫ്യൂച്ചറും പണവും ജോലിയുമാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയായിട്ട് എത്തിയിരിക്കുന്നത്. അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും അവർക്ക് സമയം കൊടുക്കുന്നില്ല എന്നുള്ള കുറ്റങ്ങളോ പരാതികളോ അവർക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ട് അവർക്ക് ഇപ്പം നിങ്ങളുമായിട്ടുള്ളൊരു സമയം സ്പെൻഡ് ചെയ്യുന്നതിന് അവർക്ക് താല്പര്യമില്ല. അവർക്ക് എന്തോ ഒരു ന്യൂ ബിഗിനിങ് അവർക്കുണ്ടായിരിക്കുന്നു. ജോലിയുമായിട്ടായിരിക്കാം,
കൂടുതലും കാണുന്നത് ജോലിയുമായിട്ട് തന്നെയാണ്. ഇവിടെ തേർഡ് പാർട്ടി ഒരു ആളിൻ്റെ തേർഡ് പാർട്ടിയായിട്ട് കാണുന്നില്ല. സാമ്പത്തികവും ജോലിയുമാണ്, ഹാർഡ് വർക്കിലാണ് അവർ കൂടുതലും ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ തങ്ങളൊരു നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ആണെങ്കിൽ നിങ്ങളെ മറക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട് അവർ ഓവർ ടൈം വർക്ക് ചെയ്യുകയാണ്. വർക്കിലോട്ട് ഫുള്ള് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. കൂടുതലും ഫാമിലി തേർഡ് പാർട്ടി ഉണ്ട്, പേരൻസ് തേർഡ് പാർട്ടി ഉണ്ട്, ലവ് തേർഡ് പാർട്ടി ഉണ്ട്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളൊന്നും അറിയാതെ നിങ്ങളെ പെട്ടെന്ന് ഗോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ചാടിപ്പോയതിന് ശേഷം തന്നെയാണ് നിങ്ങൾ അറിയുന്നത് അങ്ങനെ അവർക്കൊരു റിലേഷൻ തന്നെ ഉണ്ടായിരുന്നു എന്ന് പോലും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഓർമ്മയിൽ കൂടിയാണ് എപ്പോഴും കടന്നു പോകുന്നത്. അവർക്ക് എന്തൊക്കെ ലൈഫിലുണ്ടെങ്കിലും നിങ്ങളെ മറക്കുവാൻ അവർക്ക് കഴിയില്ല. നിങ്ങളെ അവർ ഫോളോ ചെയ്യുകയാണ്. അവർക്ക് മനസ്സിലായി നിങ്ങൾ അവരെ ഇപ്പം കാത്തു നിൽക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ജോലിയിലേക്കാണ് ശ്രദ്ധ. നിങ്ങൾ ഇനിയിപ്പം ഇതിൽ ചില വ്യക്തികൾ പൂർണ്ണമായിട്ട്, എൻ്റെ വ്യൂസിലാണ് പറയുന്നത്, എൻ്റെ വ്യൂസിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേഴ്സണെ ബ്ലോക്ക് ചെയ്ത വ്യക്തികൾ ഉണ്ടായിരിക്കാം. ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കാത്തിരിക്കുകയാണ് നിങ്ങളിൽ നിന്ന് ബ്ലോക്കൊക്കെ മാറി നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യുമോ എന്നറിയുന്നതിന് വേണ്ടി ഭയങ്കര ശക്തമായിട്ട് തന്നെ നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുകയാണ്. നിങ്ങൾ എവിടെയാണ് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഈ ഒരു സമയം നിങ്ങൾ ബോൾഡായിട്ടുണ്ട്. നിങ്ങളുടെ ജോലിയിലേക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. നിങ്ങളിപ്പം ഉള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പ്രശ്നങ്ങളില്ല എന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ പോയതിനെല്ലാം നിങ്ങൾക്ക് വലിയ ബേർഡനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ആ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഗ്രോത്ത് അന്വേഷിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സക്സസ് എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുകയാണ്. നിങ്ങൾ പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരികയാണ്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും സന്തോഷം കാണുന്നതിനും വേണ്ടിയിട്ട് ചില വ്യക്തികൾ, ഈ കാണുന്ന എല്ലാവർക്കും ബാധകമല്ല, ചില വ്യക്തികൾ ഐഡിയാസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. എന്നാൽ നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റീഡിങ്ങും നിങ്ങൾക്ക് റെസനേറ്റ് ആകും. ഓക്കെ, ഇത് എത്ര പേർക്ക് എനർജി ലഭിച്ചു എന്നറിയത്തില്ല. നിങ്ങളുടെ എനർജി ലഭിച്ചവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാ സോഡിയക് സൈനും വരും. ഇവിടെ വന്നിരിക്കുന്ന എക്സ്ട്രാ വന്നിരിക്കുന്ന ഇവിടെ ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന സോഡിയക് സൈനും നമ്പറും പറയാം. 8, 7, 13, 16, 7, 4, 3, 9. ഇവിടെ വന്നിരിക്കുന്ന ജെമിനി, മിഥുനം, കാപ്രിക്കോൺ, മകരം, ക്യാൻസർ, കർക്കിടകം, ഏരീസ്, ലിയോ, വെർഗോ, ക്യാൻസർ, ജെമിനി ആവർത്തിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ സോഡിയക് സൈനും ഇതിൽ വരും. മുതൽ പൈസിസ് വരെ എല്ലാ സോഡിയക് സൈനും ഇവിടെ വരും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. തേർഡ് പാർട്ടിയുമായിട്ട് വളരെ പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടിയാണ് ചില വ്യക്തികൾ, എല്ലാവരുമല്ല, ചില വ്യക്തികൾ കടന്നു പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവിടെ ബ്ലോക്കാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ഉപദേശങ്ങളിലായിട്ട് അവർ മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ നിയന്ത്രണത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ഫോണ്, കോള് എല്ലാം തേർഡ് പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ്. നിങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനോ കാണുവാനോ വരുവാനോ ഒന്നും സമ്മതിക്കാത്ത രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള തീരുമാനത്തിൽ കൂടി കടന്നു പോവുകയാണ് നിങ്ങളുടെ വ്യക്തി. തേർഡ് പാർട്ടി വളരെ ശക്തമായിട്ട് അവരെ ഭരിക്കുന്നതായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി. കുട്ടികൾ ഇൻവോൾവ്ഡ് ആണ്. ചിലപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. കുട്ടികൾ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ അവർ നിശ്ചയിക്കുന്ന രീതിയിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണ് ചലിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വളരെ പെയിൻഫുൾ സിറ്റുവേഷനാണ്. ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണെ. ഓക്കെ, ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളിലേക്ക് വരാതിരിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ചാരിയറ്റ് കാണുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഇവിടെ ചാരിയറ്റ് വരുന്നത്? നിങ്ങളുടെ പേഴ്സൺ മാറിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നത്. അവർക്കിപ്പം 2 സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയും പേഴ്സൻ്റെയും ലൈഫിലേക്ക് മറ്റൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി അവർ രണ്ടുപേരെയും തളർത്തിക്കൊണ്ട് സാമ്പത്തികമായിട്ട് കുറേ കാര്യങ്ങൾ അടിച്ചെടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഫാമിലിയിലുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കാം.
എന്തെങ്കിലും സാമ്പത്തിക പ്രോബ്ലം വരുത്തുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം തേർഡ് പാർട്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അത് അവരുടെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. മൂന്നാമതൊരു വ്യക്തി ഇതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ടുപോകും. ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ന്യൂ ബിഗിനിങ് കൂടി നോക്കാം. പേഴ്സൺ എങ്ങോട്ടാണ് പോകുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ദ ചാരിയറ്റിനെ ക്ലാരിഫൈ ചെയ്യൂ. എങ്ങോട്ടാണ് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് പേഴ്സൺ പോകുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മി. പേഴ്സൺ, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കുകളെല്ലാം മാറ്റി ഒരു ബ്ലോക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ബ്ലോക്ക് ആയിരിക്കാം. നിങ്ങളെ അവർ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബൗണ്ടറി സെറ്റ് ചെയ്ത സ്ഥലത്തേക്കാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്ന് പോകുന്നത്. നിങ്ങളോട് മാപ്പ് പറയാൻ അവർ തയ്യാറായി വരുന്നുണ്ട്. അവരെ മാനസിക ബലം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് കുറ്റബോധം അവർക്ക് ഈ ഒരു സമയത്ത് തോന്നുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ചില വ്യക്തികൾ ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരുടെയും കാര്യമല്ല. ചിലപ്പം ഒരു വിവാഹം കഴിഞ്ഞിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഇപ്പോഴത്തെ ഒരു വിവാഹത്തെ തന്നെ കാണിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. അവരിപ്പം അടിച്ചു പൊളിക്കുകയാണ്. അവരുടെ സന്തോഷങ്ങളിലേക്ക് പോവുകയാണ്. ഓക്കെ, ഒരു ഫാൻറ്റസി ലോകത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. ഈ അടുത്ത സമയത്ത് എന്തെങ്കിലും വിവാഹമോ മറ്റോ തേർഡ് പാർട്ടിയുമായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയുമായി കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ അവിടെ സന്തോഷിക്കുകയാണ്. ചില യാത്രകളിലാണ്. അവർക്ക് ഫ്രീഡം കിട്ടിയതുപോലെ അവർ സന്തോഷിക്കുകയാണ്. ഓക്കെ, അവരാഗ്രഹിച്ചത് അവർ നേടിയെടുത്തിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇപ്പം ഉത്സവത്തിൻ്റെ സമയമാണ്. ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് കിട്ടിയിരിക്കുന്നു ഈ ഒരു സമയത്ത്. ഓക്കെ, എന്തായാലും നിങ്ങളിത് കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതായതുകൊണ്ടായിരിക്കാം, പുതുമോടിയുടെ ഇതായിരിക്കാം കാണിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ ചതിച്ചിട്ടാണ് അവർ പോയതെങ്കിൽ കർമ്മ അവരെ തേടി അവിടെ ചെന്നോളും. ഓക്കെ, ഈ ഒരു സമയം അവർക്ക് മാറി മറിയും. എന്തുകൊണ്ടാണ് ദ ഹെർമിറ്റ് വന്നിരിക്കുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. 9 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി എത്രയൊക്കെ എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. തേർഡ് പാർട്ടി കൂടെ അവർക്ക് എന്തെല്ലാം കിട്ടിയിട്ടും, ഇപ്പം സ്നേഹം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടായിരിക്കാം, ജോലി ഉണ്ടായിരിക്കാം, ഫാമിലി നല്ല ബെസ്റ്റ് ഫാമിലി ആയിരിക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ഉണ്ടിരുന്നെങ്കിലും അവർ ഐസൊലേഷനാണ്. കാരണം അവർക്ക് വേണ്ടത്ര പ്രയോറിറ്റി അവിടെ ലഭിക്കുന്നില്ല. അവർക്ക് സ്ഥാനമില്ല. അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ജോലി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വൈഫാണെങ്കിൽ വൈഫിൻ്റെ ജോലി മാത്രമേ ഉള്ളൂ. ഒരു പ്രാധാന്യം അവർക്കവിടെ ഇല്ല. അവരെപ്പോഴും ഐസൊലേഷനായിട്ട് ഒറ്റപ്പെട്ട് അവരുടെ സോളുമായിട്ട് സംസാരിച്ച്, ഇന്നർ വോയിസുമായിട്ട് സംസാരിച്ച് ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. തേർഡ് പാർട്ടി ഹാപ്പിയാണ്. നിങ്ങളുടെ പേഴ്സൺ കൂടെ ഉള്ളത് കൊണ്ട് അവർക്കെല്ലാം ഹാപ്പിയാണ്. നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്ന് മാറിപ്പോകുവാൻ ശ്രമിക്കുന്നുണ്ട്. റിലേഷൻ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ഡിവോഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. ലവ് തേർഡ് പാർട്ടി ആണെങ്കിൽ തന്നെയും അത് ഡെത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഫ്രീഡം, സന്തോഷം എല്ലാം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. 2 ഓഫ് പെൻഡിക്കിൾ. 2 സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിൽക്കുന്നുണ്ട്. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം ഒരു പക്ഷേ. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടേതോ നിങ്ങളുടെ തേർഡ് പാർട്ടിയോ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലായിരിക്കാം. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? ഫാമിലിക്കാരാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഫാമിലി ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഫാമിലി വേറെ ഉണ്ടായിരിക്കാം. ഇത് തന്നെയായിരുന്നാലും രണ്ടും, ഫാമിലിയും നിങ്ങളും തങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളാണ് ഫാമിലി എങ്കിൽ നിങ്ങളും തേർഡ് പാർട്ടിയും തമ്മിൽ അവർ ബാലൻസിങ്ങിൽ നോക്കുകയാണ്. അവർക്ക് ഇപ്പോൾ 2 മനസ്സാണ്. എന്തിനെ ചൂസ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടും അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളും അവർക്ക് പ്രധാനമാണ്, ഫാമിലിയും അവർക്ക് പ്രധാനമാണ്. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ കൂടി നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളുമായിട്ട് ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം. ഫാമിലി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തേർഡ് പാർട്ടിയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പുറത്തോട്ട് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരുപാട് പെയിനാണ് മനസ്സിൽ അനുഭവിക്കുന്നത്. നിങ്ങൾ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഗൾഫിലോട്ടോ മറ്റോ പോകുന്നതിന് തയ്യാറാകുന്നുണ്ട്. പക്ഷേ ഭയങ്കര പെയിൻ സിറ്റുവേഷനാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനെ അവർ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്.
ഓക്കെ, തേർഡ് പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടായിരിക്കാം അവർക്ക് നിങ്ങളെ വിട്ടു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം. തേർഡ് പാർട്ടി അവരെ ഉന്തിത്തള്ളി വിടുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആരംഭിക്കുമോ എന്ന് ഭയന്നിട്ടായിരിക്കാം അവർ നിങ്ങളുടെ പേഴ്സണെ പുറം നാട്ടിലോട്ട് പറഞ്ഞു വിടുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. താങ്ക് യു. ഇപ്പം ഒരുപാട് സന്തോഷത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ ഫാമിലിയാണ് വന്നിരിക്കുന്നത്. ഫാമിലിയും അവരുമായിട്ടൊക്കെ വളരെ സന്തോഷത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചിലപ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കും. ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുമായിട്ട് ചിലപ്പം ഇപ്പം നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ തങ്ങളെ വഴക്ക് കൂടലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള 9 ഓഫ് സോഡിൻ്റെ എനർജിയിൽ കൂടിയൊക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ വാല്യൂ തരുന്നില്ല അവർ, സമയം നിങ്ങൾക്ക് അനുകൂലമല്ല. ഓക്കെ, ഇപ്പോൾ ഫാമിലിക്ക് നേരെയാണ് അവരുടെ പൂർണ്ണ എഫേർട്ടും ഇട്ടിരിക്കുന്നത്. ഫാമിലിയോടാണ് പ്രണയവും കാര്യങ്ങളും എല്ലാം. കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ അവിടെ കൂടുതൽ ഗ്രോത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അവരിപ്പോൾ അവിടെ ഹാപ്പിയാണ്. ഓക്കെ, അപ്പം ഇതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടി പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ എനർജി തന്നെ ഉണ്ട് നിങ്ങളിലേക്ക്, തിരിച്ചൊരു റീയൂണിയനുള്ള എനർജി ഉണ്ട്. മറ്റു ചിലവർക്ക് പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുന്ന എനർജികളും ഉണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ നേർക്ക് എപ്പോഴും അടിയും ബഹളവും അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. ഇപ്പം നിങ്ങൾക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് കടന്നു വരത്തില്ല. മറ്റു ചില വ്യക്തികൾ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് വരാനായിട്ട് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഫാമിലി ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിക്ക് തുല്യമായ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. ഓക്കെ, നമുക്ക് ക്ലൂസും കൂടി എടുക്കാം. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എല്ലാ സോഡിയക് സൈനും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാർഡ് എടുക്കുമ്പോഴത്തേക്ക് എല്ലാ സോഡിയക് സൈനും ഇവിടെ വരും. കൊല്ലം വന്നിട്ടുണ്ട്, ദുബായ് വന്നിട്ടുണ്ട്, കുംഭം നിങ്ങളുടെ രാശിയായിരിക്കാം. 1987, 1986, 1990, 94, 7, 9, 12, എ സി എന്ന ലെറ്ററോ സി എന്ന ലെറ്ററോ നിങ്ങളോ നിങ്ങളുടെ തേർഡ് പാർട്ടിക്കോ, ഇത് നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ടും കൂടി നിങ്ങൾ നോക്കണം. ഓക്കെ, തേർഡ് പാർട്ടിക്കോ ഇത് റെസനേറ്റ് ആകുന്ന നോക്കുക. RT 2017 നിങ്ങൾ ചിലപ്പം കല്യാണം കഴിച്ചതോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണ്ടുമുട്ടിയതോ ആയിരിക്കാം. ഇടവണ്ണ ബ്ലാക്ക് ഷർട്ട് നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഷർട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി കൊടുത്ത ഗിഫ്റ്റ് ആയിരിക്കാം. വർക്കല 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. വർക്കല രത്നൻ എന്ന് പറഞ്ഞൊരു പേരാണ് വന്നിരിക്കുന്നത്. തീപ്പൊള്ളൽ, ആർക്കെങ്കിലും ഒരു ചെറിയ തീപ്പൊള്ളൽ അങ്ങനെ മേറ്റിട്ടുണ്ടായിരിക്കാം. ആർമി 4451 മാർച്ച് എസ് എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. അത്തം എന്ന് പറയുന്ന നാളായിരിക്കാം. ഫോൺ നമ്പർ ലാസ്റ്റ് നമ്പർ 4 ആണ്. മാഹി എന്ന് പറയുന്ന സ്ഥലം വടകര. ഹോട്ടൽ നടത്തുന്ന വ്യക്തിയായിരിക്കാം, ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരിക്കാം. ബാർബർ ഷോപ്പുമായിട്ട് ബന്ധമുള്ള വ്യക്തിയായിരിക്കാം. വടക്കാംചേരി ഏജ് 21-30 കാസർഗോഡ്. ജാമ്പ മരം ഉണ്ടല്ലോ, ജാമ്പയ്ക്ക് പിടിക്കുന്ന മരം, അത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അങ്ങനെ ഉണ്ടോ? അത് നിങ്ങൾക്കൊരു ക്ലൂസ് ആയിട്ട് എടുക്കാം. കനകവല്ലി നയൻതാര ഫാൻസ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിയോ. നയൻതാര ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. കണ്ണൂർ പയ്യമ്പലം 1995-98 ബ്ലൂ കളർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. യെല്ലോ കളർ സി എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. ചിറയിൻ കീഴ് വന്നിട്ടുണ്ട്. ഫോൺ നമ്പർ ലാസ്റ്റ് 2 വന്നിട്ടുണ്ട്. 23-26 ഏജ് ആയിരിക്കാം അല്ലെങ്കിൽ ഡേറ്റ് ആയിരിക്കാം. പറശ്ശിനി കുണ്ടറ ചെങ്ങന്നൂർ. കറണ്ട് വന്നിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. 2003-2006 വന്നിട്ടുണ്ട്. സ്കൂട്ടർ സ്വന്തമായി സ്കൂട്ടർ ഓടിക്കുന്ന വ്യക്തിയായിരിക്കാം. പൊള്ളാച്ചി JP കാപ്പിൽ ഇ എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. പയ്യന്നൂർ വന്നിട്ടുണ്ട്. വൈ എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. മല്ലപ്പള്ളി POV വന്നിട്ടുണ്ട്. 1971-76 ജന്മവർഷമായിരിക്കാം. 1989 RSL നിങ്ങളുടെ പേഴ്സൻ്റെയോ തേർഡ് പാർട്ടിയുടെയോ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കാം. ആയില്യം നാള്. മകം കഷണ്ടി മുടി കൊഴിച്ചിലോ കഷണ്ടിയോ ഉള്ള വ്യക്തിയായിരിക്കാം. AMO നിങ്ങളുടെ അയൽവാസിയാകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കാം.
ശ്വാസം മുട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും വിഷമിക്കുന്നുണ്ടായിരിക്കാം. പത്തനംതിട്ട. ഇന്നത്തെ ദിവസം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ തേർഡ് പാർട്ടിയുടെ ബർത്ത്ഡേ ആയിരിക്കാം. പന്തളം, ഓമല്ലൂർ, കൊല്ലം ജില്ല, അങ്കമാലി. മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ജോലി ഉണ്ടായിരിക്കാം. ഷിപ്പുമായിട്ട്. NSM, ഫോൺ നമ്പർ 0 ലാസ്റ്റ്, 1968. ക്ലാസ്മേറ്റ്സ് ആയിരിക്കാം. കണ്ണൂർ, കാസർഗോഡ്, കുമളി. സോൾമേറ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ സോൾമേറ്റിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. സെക്കൻഡ് മാരേജ് വന്നിട്ടുണ്ട്. 34 വന്നിട്ടുണ്ട്. കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ബന്ധമുള്ള വ്യക്തിയായിരിക്കും. കാരണം പ്രസിഡന്റോ ഖജാൻചിയോ അങ്ങനെ എന്തെങ്കിലും കുടുംബശ്രീയിലെ വ്യക്തിയായിരിക്കാം. അബുദാബി വന്നിട്ടുണ്ട്. പൂവാർ വന്നിട്ടുണ്ട്. ഗുരുവായൂർ വന്നിട്ടുണ്ട്. ഇലക്ട്രിക് വന്നിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കറണ്ട് സാധനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ കറണ്ടുമായിട്ടോ ബന്ധപ്പെട്ടുള്ള ജോലിയുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലൂസുകൾ റെസനേറ്റ് ആയിട്ടുള്ളവർ ദയവായി കമൻറ്റ് ചെയ്യുക. താങ്ക് യു. എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ. താങ്ക് യു അപേക്ഷിക്കുന്നു. താങ്ക് യു.